എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം. നമ്മുടെ സിക്കിം കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത്തവണത്തേത് ഒരു ഡൂസ് ആൻഡ് ഡോൺസ് വീഡിയോ ആണ്. സിക്കിം യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായും പ്രയോജനകരമായേക്കാവുന്ന ചില ടിപ്സ്. ആദ്യം ഡോൺസിൽ നിന്ന് തുടങ്ങി നമുക്ക് ഡൂസിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നൈറ്റ് ഡ്രൈവുകൾ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം വളഞ്ഞു പോകുന്ന മലമ്പാതയാണ്. തീർച്ചയായിട്ടും ഇവിടുന്ന് സ്വയം ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത്ര പരിചയമുള്ള പാതയാവില്ല. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറിന്റെ സഹായം എപ്പോഴും വളരെ ഉപകാരപ്പെടും. രാത്രി യാത്രകൾ ഒഴിവാക്കി ഒരു വൈകുന്നേരത്തേക്ക് ഹോട്ടലിലേക്കോ നമ്മുടെ താമസ സ്ഥലത്തേക്കോ തിരിച്ചെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നന്നായിരിക്കും. പൊതുവെ ഹിമാലയൻ മേഖലകളിലെല്ലാം വളരെ പെട്ടെന്ന് സൂര്യൻ ഉദിക്കുകയും വൈകുന്നേരം വളരെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നേരം പരപരാന്ന് വെളുത്ത പോലെ ഇരിക്കും. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും വല്ലാണ്ട് ഇരുട്ടുകയും ചെയ്യും. അപ്പോൾ നൈറ്റ് ഡ്രൈവ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടിപ്പ്. ചൈനീസ് ബോർഡറിനോട് അടുത്താണ് സിക്കിം സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പട്ടാളക്കാരുടെ പെട്രോളിംഗ് ഉണ്ടാവും. മിലിറ്ററി ഏരിയാസിന് തിരിച്ച് തന്നെ ചില സ്ഥലങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ നാദുലയിലൊക്കെ പോകുമ്പോൾ കുറേ ഏരിയ സ്പെസിഫിക്കലി മിലിറ്ററി കൺട്രോൾഡ് ആണ്. അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അങ്ങനത്തെ സ്ഥലങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. നമ്മൾ യാത്രക്കാരാണ്, ഫോട്ടോയും വീഡിയോ ഒക്കെ ധാരാളം എടുക്കുന്നുണ്ടാവും. പക്ഷേ മിലിറ്ററി ഏരിയാസിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും മാറാവുന്ന ക്ലൈമറ്റിലാണ് ഹിമാലയൻ മേഖലകളിലും മിക്കവാറും. പെട്ടെന്ന് മഴ പെയ്യും, മഞ്ഞുവീഴ്ച ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പാസ്സൊക്കെ എടുത്ത് പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ പെട്ടെന്ന് മഞ്ഞുവീഴ്ച ഉണ്ടായി നമുക്ക് പോകാൻ പറ്റില്ല എന്ന് വരും. ഞങ്ങളുടെ കാര്യത്തിൽ നാദുലയിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇറ്റിനറി ആയിരിക്കണം നമ്മുടേത്. അതേപോലെ തന്നെയാണ് നോർത്ത് സിക്കിമിലെ ലാച്ചനും ലാച്ചുങ്ങും ഒക്കെ. ഞങ്ങൾക്ക് ലാച്ചുങ്ങിൽ പോകാൻ പറ്റി, പക്ഷെ ലാച്ചൻ ക്ലോസ്ഡ് ആയിരുന്നു. അത് തുറന്നു, വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ അടയ്ക്കും. അങ്ങനെ ഈ മഴ പെയ്യുമ്പോഴും മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോഴൊക്കെ ഭയങ്കര ടെറിബിൾ കണ്ടീഷൻസ് ഒക്കെയാണ്. ആ ഒരു ടെറൈൻ്റെ കാലാവസ്ഥയിലുള്ള ആ ഫ്ലെക്സിബിലിറ്റി നമ്മൾ എപ്പോഴും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. എവിടെ നിന്ന് എന്ത് സാധനങ്ങൾ വാങ്ങിയാലും പ്രോപ്പർ ലേബലിംഗ് ഉള്ളതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ല, എയർപോർട്ടിൽ വെച്ചിട്ട് വരേണ്ടി വരും. സിക്കിമിലൊക്കെ പ്രത്യേകിച്ചും ലോക്കലായിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ലിക്വിഡ് ഐറ്റംസ്. അവയൊക്കെ പ്രോപ്പർ ലേബലിങ്ങോട് കൂടിയാണെന്ന് ഉറപ്പുവരുത്തണം. ഞങ്ങൾക്ക് വളരെ ആശിച്ച് വാങ്ങിച്ച 2-3 കുപ്പി വൈൻ എയർപോർട്ടിൽ ഉപേക്ഷിച്ചിട്ട് വരേണ്ടി വന്നു. ഡോൺസ് കഴിഞ്ഞു, ഇനി ഡൂസിലേക്ക് പോയാലോ. തണുപ്പിനെ പ്രതിരോധിക്കുന്ന ജാക്കറ്റുകളും കയ്യുറകളും രോമകുപ്പായങ്ങളും സോക്സും ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എപ്പോഴാണ് ഇതിന്റെ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഗാങ്ടോക്കിൽ നിന്ന് ഇപ്പോൾ നാദുലയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിയുമ്പോഴേക്കും ഭയങ്കര തണുപ്പായിരിക്കും, മഞ്ഞുവീഴ്ചയായിരിക്കും. നമ്മൾ വെൽ എക്വിപ്ഡ് ആയിരിക്കണം. വാമാക്കി വെച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമില്ല നമ്മുടെ ശരീരത്തിന്. മൊത്തം മലമുകളിലേക്കുള്ള കയറ്റമാണ് സിക്കിമിൽ. അപ്പോൾ ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സെൻസിറ്റിവിറ്റി ഉള്ളവരെ ഓക്സിജൻ സിലിണ്ടറിലൂടെ കരുതാൻ ശ്രദ്ധിക്കുക. മിക്കവാറും പ്രദേശങ്ങളിൽ ഗാങ്ടോക്കിന്റെ ആ ഒരു ഏരിയ വിടുമ്പോൾ തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലൊക്കെ പോകുമ്പോൾ വഴിയിലൊക്കെ ഓക്സിജൻ സിലിണ്ടറുകൾ ധാരാളമായിട്ട് കാണും. ഒരു ക്യാനിന് 500 രൂപയോ മറ്റോ ആണ്. അത് ഉപയോഗിച്ചില്ലെങ്കിൽ കൂടിയും ഒന്ന് വാങ്ങിച്ച് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും കുറച്ച് പ്രായമായവരും കുട്ടികളൊക്കെ ആയിട്ട് യാത്ര പോകുന്നവർ, ആസ്മാറ്റിക് ഇഷ്യൂസ് ഉള്ളവരും. യാത്ര വേണ്ടെന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് മുൻകരുതൽ എടുത്താൽ മാത്രം മതി. മിലിറ്ററി സർവേലൻസ് ഉള്ള ഏരിയ ആണ്. പിന്നെ മിക്ക സ്ഥലങ്ങളിലും പോകണമെങ്കിൽ നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റുകളൊക്കെ വേണം. അതൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ യാത്രയ്ക്ക് മുമ്പ് തന്നെ ഉറപ്പുവരുത്തണം. നിങ്ങളൊരു അംഗീകൃത ടൂർ ഏജൻസി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നമ്മൾ ID പ്രൂഫ്സ് ഒക്കെ നേരത്തെ കൊടുത്താൽ മതിയാകും. അല്ല, നിങ്ങൾ സ്വയം പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മിക്കവാറും നോർത്ത് ഈസ്റ്റിൽ യാത്ര പോകുന്നവരൊക്കെ അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന്, നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് വാരി വലിച്ച് കഴിച്ചിട്ടില്ലെങ്കിലും പ്രത്യേകിച്ചും ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സിക്കിമിലെല്ലാം ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്. ഈ സന്ദർശകരുടെ എല്ലാ ലിസ്റ്റിലെ 2-3 ബുദ്ധവിഹാരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ബുദ്ധവിഹാരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ ആ സംസ്കാരത്തിൽ കടന്നു കയറി അലമ്പാക്കാതെ, ഇപ്പോൾ ഫോട്ടോ എടുക്കരുതാത്തടുത്ത് ഫോട്ടോ എടുക്കാതെ, നിശബ്ദത പാലിക്കേണ്ടടുത്ത് അങ്ങനെയും, മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രധാരണ രീതി വേണ്ടിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് കഴിയുന്നതും ആ സംസ്കാരത്തോട് ചേർന്ന് നിന്ന് സന്ദർശനം നടത്താൻ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ശരിക്കും ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഒരു 7 ദിവസത്തെ യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ 7 ദിവസം കൊണ്ട് സിക്കിം മുഴുവനും വൃത്തിയായി കണ്ടു തീർക്കാൻ പറ്റുകയില്ല. ഒരുപാട് യാത്രയുണ്ട് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും മിനിമം എടുത്താലേ, ഉദാഹരണത്തിന് പെല്ലിംഗ് തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പകുതി കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ. ഇറ്റനേറിയയിൽ ഒരുപാട് സ്ഥലങ്ങൾ അവർ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും റിയലിസ്റ്റിക് ആയിട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്ത് ടിപ്പ് പെട്ടെന്ന് പോകേണ്ടി വരും. കുറച്ച് വിശദമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും എടുത്ത് സിക്കിം യാത്രയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ കഴിഞ്ഞല്ലോ.
ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞങ്ങളുടെ യാത്ര സാധാരണ പോകുന്നതിൽ നിന്നും ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞതായിരുന്നു ഇത്തവണ. അതിനെപ്പറ്റി കൂടി ഒന്ന് പറയാതെ ഈ യാത്രാ വ്ലോഗ് അവസാനിപ്പിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. കാരണം നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ ഇരിക്കാൻ നോക്കാമല്ലോ. കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് വർഷത്തിലൊരു യാത്ര 3-4 വർഷമായിട്ട് അങ്ങനെ ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് കുറച്ച് നേരത്തെ തുടങ്ങും. ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ തന്നെ പോകേണ്ട സ്ഥലം ഏതാണ്, ഏജൻസി ഏതാണ്, അങ്ങനെയൊക്കെ തീർച്ചപ്പെടുത്തും. ഇത്തവണ ആദ്യം നോർത്ത് ഈസ്റ്റിൽ എവിടെയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് സിക്കിം സ്പെസിഫിക് ആയിട്ട് എത്തിയപ്പോൾ കുറെ യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ഈ ട്രിപ്റ്റോ എന്ന് പറയുന്ന ടൂർ ഏജൻസിയെ ഞങ്ങൾ വിശ്വസിച്ചത്. അവരോട് പറഞ്ഞ് അവരുടെ ഒരു പാക്കേജ് അനുസരിച്ചിട്ട് ഞങ്ങളുടെ അഡീഷൻസ് ഒക്കെ ചേർത്ത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പാക്കേജ് ആയിട്ടാണ് അവർ തരുന്നത്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞ ഒരു കാര്യം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഡ്രൈവർ ആയിരിക്കണം. കാരണം ഞങ്ങളുടെ കൂടെ ഒരു 12-13 വയസ്സുള്ള 3-4 കുട്ടികളുണ്ട്. അവർക്കൊക്കെ നേരിട്ട് ഡ്രൈവറോട് കൺവേഴ്സ് ചെയ്ത് ഒരു ഗൈഡിനോട് എന്ന പോലെ കാര്യങ്ങൾ പറയണം. പോകുന്ന സ്ഥലങ്ങളെ പറ്റി അവർക്ക് ചോദിച്ച് മനസ്സിലാക്കുക. അതൊക്കെ വെച്ചിട്ടാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ഡ്രൈവർ വേണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ മുതിർന്നവർക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം, പക്ഷെ കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ഉറപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അലോട്ട് ചെയ്ത ട്രാവൽ ഏജന്റ് ഞങ്ങളോട് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയതും. പക്ഷേ യാത്രയിലുടനീളം ഒരിക്കൽ പോലും വൃത്തിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ഡ്രൈവറെ അവർ ഞങ്ങൾക്ക് തന്നില്ല. സോളോ യാത്ര ചെയ്യുന്നവർക്കും കപ്പിളായിട്ട് യാത്ര ചെയ്യുന്നവർക്കും വളരെ ചെറിയ ടീമാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ യാത്ര മിക്കവാറും കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്കുകൾ ഇല്ലാത്തൊരു പാക്കേജാണ് എപ്പോഴും ഞങ്ങൾ സെലക്ട് ചെയ്യാറുള്ളത്. ഹോട്ടലുകളുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം ഗുണമേന്മയൊക്കെ ഉറപ്പുവരുത്താറുണ്ട്. നമ്മളൊരു ഏജൻസി ഏൽപ്പിക്കുമ്പോൾ അവരതെല്ലാം കാര്യക്ഷമതയോടുകൂടി ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണല്ലോ നമ്മൾ ഏൽപ്പിക്കുന്നത്. ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്രയിൽ, പ്രത്യേകിച്ചും ഭൂട്ടാൻ യാത്രയിൽ, അത് ഒന്നാന്തരമായിട്ട് നടന്നിരുന്നു. അതിനടുത്തുള്ള ഒരു പ്രദേശമായിട്ട് കൂടി സിക്കിമില് ഞങ്ങൾക്ക് കിട്ടിയ ഹോട്ടലുകളും മോശമായിരുന്നു, ട്രാവൽ അറേഞ്ച്മെന്റും മൊത്തത്തിൽ മോശമായിരുന്നു. ഒരു എന്താ പറയുന്ന അവഗണനാ സമീപനം ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലാച്ചുങ്ങിലും പെല്ലിങ്ങിലും ഞങ്ങൾ താമസിച്ച ഹോട്ടലില് പവർ കട്ട് ഒരു സ്ഥിരം സംഭവമായിരുന്നു. കുഴപ്പമില്ല, അവർ ജനറേറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല, കുളിക്കാനുള്ള ഗീസർ വർക്ക് ചെയ്യത്തില്ല. ഇത്രയും തണുത്ത സ്ഥലത്ത് പച്ചവെള്ളത്തിൽ കുളിക്കുന്ന കാര്യം നമുക്കൊന്നും ആലോചിക്കാനേ പറ്റത്തില്ല. ഇതിനെപ്പറ്റിയൊക്കെ യാത്രയ്ക്ക് മുമ്പ് പലതവണ ചോദിച്ചപ്പോൾ അതൊക്കെ ശരിയാക്കാം എന്നൊരു മറുപടി അല്ലാണ്ട് പിന്നീട് അവർക്ക് ഒന്നും ഒരു മൈൻഡ് ചെയ്യുന്ന പരിപാടിയല്ലായിരുന്നു. കാരണം നമ്മൾ പോകുന്നതിന് മുമ്പ് പകുതി പൈസ അഡ്വാൻസ് കൊടുക്കും, താമസം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം എമൗണ്ട് ഫുൾ പേ ചെയ്യും. പിന്നെ നമ്മളുടെ കാര്യം ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഇല്ല എന്താണെന്നൊരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നി പലപ്പോഴും. അത് വളരെ സങ്കടകരമായിരുന്നു. ഈ ട്രിപ്റ്റോ വളരെ മോശമെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് അവരെ ഡിഫെയിം ചെയ്യാനുള്ളൊരു വീഡിയോ ഒന്നുമല്ല കേട്ടോ. പക്ഷെ ഇനി ആർക്കെങ്കിലും അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും സിക്കിം യാത്ര ഞങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. അതിന് കാരണം അത്രയ്ക്ക് മനോഹരിയാണ് ആ സ്ഥലം എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ സിക്കിം കൂടി ഉൾപ്പെടുത്തുക. നല്ലൊരു ട്രാവൽ ഏജൻസിയെയും ഏർപ്പാടാക്കുക. നിങ്ങൾ സോളോ ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് വ്ളോഗുകളും യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ട്. ഹോം സ്റ്റേകളും ധാരാളമായിട്ടുണ്ട്. കഴിയുന്നതും അതെല്ലാം പ്രയോജനപ്പെടുത്തുക. നെവർ മിസ് എ ചാൻസ് ടു വിസിറ്റ് സിക്കിം. അപ്പോൾ യാത്രാ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ടൂർ കഴിയുമ്പോഴായിരിക്കും അടുത്ത യാത്രാ വ്ളോഗ്. നമ്മുടെ ഗ്രീക്ക് മിത്തോളജി അവിടെ തന്നെയുണ്ട്. മിത്തോളജി യാത്രയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ. ഇറ്റ്സ് ബൈ ഫ്രം സാരംഗി സ്പീക്സ്.